ശാലിനി വന്നല്ലോ അച്ഛാ. അച്ഛാ മക്കള് വന്നാ നിന്നെ അച്ഛൻ നോക്കിയിരിക്കാതടി. അല്ല അവൻ എന്തേ വിഷ്ണു, അവൻ വന്നില്ലേ? അത് ആ വരും വരും, തെക്കോട്ടൊക്കെ ഇരുന്നാ മതി. ശ്യാമേ വേണ്ട. അച്ഛൻ എങ്ങനെയാണോ ഇതുവരെ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോവും. ഇതുവരെ അറിയാത്തതൊന്നും ഇനി നീയായിട്ട് അറിയിക്കാൻ നിൽക്കണ്ട. ഇനി എന്തറിയിക്കാനാ? കാര്യങ്ങളെല്ലാം അറിയേണ്ടവരെല്ലാം അറിഞ്ഞില്ലേ? പിന്നെ ശിവനെ കാണുമ്പോ വിഷ്ണു ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ തലയ്ക്ക് വെളിവില്ലാത്തവരെന്നല്ലാതെ പിന്നെ എന്താ പറയാ? നീ എന്താ പറഞ്ഞു? നീ ഇപ്പൊ എന്താ പറഞ്ഞു എന്ന്? തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെന്ന്, അതായത് ഭ്രാന്തന്മാരെന്ന്. അല്ലെങ്കിൽ തന്നെ ചത്തുപോയവരൊക്കെ ജീവനോടുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ ഭ്രാന്തന്മാരെന്നല്ലാതെ പിന്നെ എന്താ പറയാനുള്ളേ? വട്ടോ, മുഴുത്ത വട്ട്. കുഞ്ഞിച്ചേനെ അടിച്ചല്ലേ? ഒടിക്കുടി. എല്ലില്ലാത്ത നോവാണെന്ന് കരുതി എന്തും വിളിച്ച് പറയാന്ന് കരുതിയാലുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറം നീ അനുഭവിക്കും. വിഷ്ണു മരിച്ചു. പിന്നെ വിഷ്ണുവിനെ തിരക്കി നടക്കുന്ന ഇയാളെ ഭ്രാന്തനെന്നല്ലാതെ എന്താ വിളിക്കുക? അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഭ്രാന്തിന്ന് വിളിക്കണമല്ലോ. കാരണം ഞാനും എന്റെ വിഷ്ണുവേട്ടൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവളല്ലേ. സത്യം പറഞ്ഞത്, എന്റെ വിഷ്ണുവേട്ടൻ മരിച്ചിട്ടില്ല. വിഷ്ണുവേട്ടനെ എന്റെ കൂടെയുണ്ട്, എന്റെ ഒപ്പമുണ്ട്, ഊണിലും ഉറക്കത്തിലും ഉണ്ട്. വിളിക്കടി എന്നെ ഭ്രാന്തിന്ന്. ഇടി വിളിക്കാൻ, ഇടി വിളിക്കാൻ. മകളെ അവള് അച്ഛൻ ക്ഷമിക്കണം. അവളറിയാതെ. സത്യമേ, ഞാൻ അടിച്ചു വരാനായിട്ട് വരുമ്പോ രാഘവൻ സാറ് അവിടെ തൂണിന്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ മുറി അടിച്ചു വാരി കഴിഞ്ഞ് വാഷിംഗ് മെഷീനില് തുണി ഇടുന്ന സമയമേ ആയിട്ടുള്ളൂ. ആളെ കാണാനില്ല. സാറ് പക്ഷേ എന്തോ ആലോചിച്ച് കണക്കൂട്ടിയിരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. വേറെ എന്താലോചനയാ? ഇവിടെയുള്ളവരെ എങ്ങനെയെല്ലാം കഷ്ടപ്പെടുത്തണം, ബുദ്ധിമുട്ടിക്കണം, അതാണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ചിലപ്പോ കുടുംബശ്രീ വീട്ടിൽ പോയി ശാലിനി കുഞ്ഞിനെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാൻ പോയതാണെങ്കിലോ?